എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെസ്ട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇൻവെർട്ടർ AC പി സി ബി ആണ്. ഈ ഒരു പി സി ബി എന്ന് പറയുന്നത് മെഗ്മീറ്റ് കമ്പനിയുടെ പി സി ബി ആണ്. ഒരു കോംബോ ടൈപ്പ് പി സി ബി ആണിത്. മെഗ്മീറ്റ് പി സി ബി MITE50CHF1 എന്ന വേർഷൻ 1.0 വരുന്ന ഈ ഒരു കോംബോ ബോർഡാണിത്. ഈ ഒരു കമ്പനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നെസ്ട്രോൺ എന്നുള്ള ഒരു കമ്പനി. അപ്പോൾ ഈ ഒരു ബോർഡ് പല AC കളിലും വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ ഓണായി കിടക്കും, ഔട്ട്ഡോർ ഓണാവും, പക്ഷേ കംപ്രസർ എടുക്കത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനെ ഓണായി ഇങ്ങനെ തന്നെ കിടക്കും. ഓക്കെ, കംപ്രസർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബോർഡ് ഓണാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൽ കംപ്രസർ എടുക്കാത്തത്, ഇതിനകത്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരും ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. എങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഞാൻ വിഷ്വലായിട്ട് ഒന്ന് നോക്കി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് വിഷ്വൽ ഇൻസ്പെക്ഷനാണ്. ഇതിനകത്ത് എന്തെങ്കിലും ബേണായിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തിക്കരിഞ്ഞിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ആദ്യം നോക്കാം. അപ്പോൾ ഞാൻ ഇത് നോക്കിയ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഈ ഒരു 2 റെഗുലേറ്റിംഗ് IC ഉണ്ട്. ഇത് ഒന്ന് 3.3 വോൾട്ടിനും ഒന്ന് 15 വോൾട്ടിൻ്റെയും റെഗുലേറ്റിംഗ് ICകളാണ് ഈ ഇരിക്കുന്ന രണ്ടെണ്ണവും. അപ്പോൾ ഈ 15 വോൾട്ട് റെഗുലേറ്റിംഗ് ICയുടെ സൈഡിലുള്ള ഈ ഒരു പോർഷനും അതിൻ്റെ ലെഗ് കാര്യങ്ങളെല്ലാം നല്ല ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വൈറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ബ്രൗൺ കളറിലാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ട് ഹീറ്റായിരിക്കുന്നതുകൊണ്ടിട്ടാണ് ഇത് ബ്രൗൺ കളറിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിലായിരിക്കും നമുക്ക് ഈ ഒരു ഫോൾട്ട് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയും ചൂടായിരിക്കുന്ന സ്ഥിതിക്ക് ഇതിനകത്ത് ഷോർട്ടിങ് ഉള്ളത് കൊണ്ടിട്ടാണ് ആ ഒരു റെഗുലേറ്റിംഗ് IC ഇത്ര ചൂടാകുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ എടുത്തിട്ട് ഇതിനകത്ത് ബീപ്പ് ബസർ മോഡിലോട്ട് ഇടുക. എന്നിട്ട് ഈ ഒരു റെഗുലേറ്റിംഗ് ICയുടെ ലെഗുകൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഗുലേറ്റിംഗ് ICയുടെ ഇൻപുട്ടിലുമായിട്ട് ഷോർട്ടിങ് ഒന്നുമില്ല. ഔട്ട്പുട്ടുമായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഷോർട്ടിങ് ഇവിടെ ഷോർട്ടിങ് ഉണ്ട്. 6.0 ഷോർട്ടിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഈ റെഗുലേറ്റിംഗ് IC കംപ്ലൈൻ്റ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു റെഗുലേറ്റിംഗ് ICയുടെ ഈ 15 വോൾട്ട് റെയിൽ, ഇത് ഈ 15 വോൾട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ആ ഒരു സെക്ഷനിൽ എവിടെയൊക്കെ ഈ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോണൻറ്റ് ഷോർട്ടിങ് ഉണ്ടോ ഇല്ലെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റെഗുലേറ്റിംഗ് IC ഇതിനകത്തുനിന്ന് ഊരിയെടുക്കാം. തിരിച്ചിടുമ്പോൾ നമുക്കൊരു പുതിയത് ഇടാം. കാര്യം ഇത് ഒരുപാട് ഹീറ്റപ്പ് ആയതുകൊണ്ട് ഇത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇടുമ്പോഴത്തേക്കും നമുക്കൊരു പുതിയ 7815 പുതിയൊരു IC ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ ഒരു റെഗുലേറ്റിംഗ് IC നമുക്ക് ഇതിനകത്ത് ഊരിയെടുക്കാം. റെഗുലേറ്റിംഗ് IC അവിടെ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട്. 7815. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ആ സൈഡിലുള്ള ഷോർട്ടിങ് ചെക്ക് ചെയ്യാം. ഇപ്പോഴും ഇവിടെ ഈ ഒരു ഷോർട്ടിങ് ഉണ്ട്. ഇനി ഈ ഒരു ഷോർട്ടിങ് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 15 വോൾട്ട് ഈ ഒരു ICയിലോട്ട് വരും. കാര്യം ഇതിൻ്റെ ഗേറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ IPM-ന് പകരമായിട്ടിരിക്കുന്ന ഈ 6 IGBTയുടെ ഗേറ്റ് ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് 15 വോൾട്ട് വരണം. പിന്നെ IGBT IGBT വർക്ക് ചെയ്യാനും അതിൻ്റെ ഗേറ്റിൽ 15 വോൾട്ട് വരണം.
ഇവിടെ IGBTൻ്റെ PWM ഡ്രൈവിംഗ് IC ഇവിടെ ഇരിപ്പുണ്ട്. ഈ IC ഷോർട്ടിംഗ് ഉണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാം. ഈ IGBT ഷോർട്ട് ഉണ്ടെങ്കിലും ഈ ഒരു കംപ്ലൈൻറ്റ് വരാം. ഇനി ഈ ഒരു ലൈനിൽ നമുക്ക് എവിടെയെങ്കിലും സെനർ ഡയോഡ് നോക്കണം. ഈ ഒരു കപ്പാസിറ്ററിലും ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് IGBT ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IGBT ഡ്രെയിനും സോഴ്സും തമ്മിൽ ഷോർട്ടിങ് ഒന്നുമില്ല. ഡ്രെയിനും ഗേറ്റും സോഴ്സും ഗേറ്റും തമ്മിൽ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. 37 കാണിക്കുന്നുണ്ട്, ഓംസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ICയിൽ നിന്ന് നമുക്ക് ഗേറ്റിലോട്ട് പോകുന്ന ഒരു ജമ്പറാണിത്. ഈ ഒരു ജമ്പർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഷോർട്ടിങ് ഇങ്ങോട്ട് ഈ IGBT ഷോർട്ട് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ജമ്പർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ സോഴ്സും ഗേറ്റും തമ്മിൽ, IGBTയുടെ സോഴ്സും ഗേറ്റും തമ്മിൽ ആ 37 ഓംസിൻ്റെ ഷോർട്ടിങ് ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ IGBT ഓക്കെയാണ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു IC ആണ്. അപ്പോൾ ഈ IC ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ജമ്പർ, ഈ ഒരു 00ൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്, 0 ഓംസ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ഇളകി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ 15 വോൾട്ട് ബ്ലോക്ക് ആവും. ഓക്കെ, ആ റെസിസ്റ്റൻസ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് ഇനി ഇവിടെ നമ്മുടെ ഈ ഒരു റെഗുലേറ്റിംഗ് ICയിൽ ചെക്ക് ചെയ്യാം. ഇവിടുത്തെ ഷോർട്ടിങ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഷോർട്ടിങ് ഇല്ല. നോക്കാം, ഇവിടെ ഇപ്പോൾ ഷോർട്ടിങ് ഇല്ല. അതായത് ഇവിടുത്തെ ഈ ഒരു IC ഷോർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ IC ആണ് നമുക്കിവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. ഈ ICയുടെ നമ്പർ 27524. ഇതാണ് ഈ ഒരു ICയുടെ നമ്പർ എന്ന് പറയുന്നത്. 27524 എന്നുള്ള PWM കൺട്രോളർ IC. അപ്പോൾ ഈ IC മാറി ഈ ഒരു 7815ൻ്റെ നമ്മുടെ ഈ ഒരു റെഗുലേറ്റിംഗ് IC കൂടെ മാറിയിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മുടെ ഈ റെഗുലേറ്റിംഗ് IC ഇവിടുത്തെ ഈ ഒരു PWM IC തിരിച്ച് വേറെ പുതിയത് ഇട്ടിട്ടുണ്ട്. തിരിച്ച് പിറ്റിയത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത ജമ്പർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് തിരിച്ച് അതേ കണക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എല്ലാ കണക്ഷനും കൊടുത്ത് ഓൺ ചെയ്ത് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻഡോറും ഔട്ട്ഡോറും തമ്മിലുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡോറിനകത്ത് ഞാൻ ഒരു
PG ഫാൻ മോട്ടറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് കംപ്രസർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ ഇത് പവർ പ്ലഗ് ചെയ്യാണ്. പവർ പ്ലഗ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ബോർഡിലുള്ള സ്വിച്ച് അടിച്ച് ഞാൻ ഓൺ ചെയ്യണം. അപ്പോൾ ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ആ കംപ്രസർ എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കംപ്രസർ എടുക്കുമോ അതോ എന്തെങ്കിലും എറർ കാണിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ചിഹ്നം വന്നു. കംപ്രസർ എടുത്തതിൻ്റെ ഒരു ചിഹ്നമാണത്. ഇപ്പോൾ കംപ്രസർ എടുത്ത് ഓടുന്നുണ്ട്. അപ്പോൾ കംപ്രസറിൻ്റെ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കംപ്രസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കും നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.